പാകിസ്ഥാനിലെ ലാഹോറിൽ സ്വകാര്യമായി വളർത്തിയിരുന്ന ഒരു സിംഹം വീടിന്റെ മതിൽ ചാടി പുറത്തു കടന്ന് തിരക്കേറിയ റോഡിൽ യുവതിയെയും 2 കുട്ടികളെയും ആക്രമിച്ച സംഭവം വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി ലാഹോർ ടൗണിൽ നടന്ന ഈ സംഭവം പൊതുജന സുരക്ഷയെക്കുറിച്ചും നിയമവിരുദ്ധമായ വന്യമൃഗങ്ങളുടെ വളർത്തലിനെക്കുറിച്ചുമുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആക്രമണത്തിന്റെ ഭീതിപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. 11 മാസം മാത്രം പ്രായമുള്ള ഈ വളർത്തുസിംഹം ഒരു ഫാം ഹൗസിന്റെ മതിൽ ചാടി റോഡിലിറങ്ങുകയായിരുന്നു. തുടർന്ന് അതുവഴി നടന്നു പോകുകയായിരുന്ന യുവതിയെയും അവരുടെ 5ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ സിംഹം യുവതിയുടെ നേർക്ക് ചാടി അവരെ നിലത്തിടുകയും ഭയന്നുപോയ ഒരു കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും വ്യക്തമായി കാണാം. ആക്രമണത്തിൽ കുട്ടികളുടെ കൈകളിലും മുഖത്തും മാന്തി പരിക്കേൽപ്പിച്ചു. അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആവശ്യമായ ചികിത്സ നൽകുകയും ചെയ്തു. ഭാഗ്യവശാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും നിലവിൽ അവർ സുഖം പ്രാപിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു. ഈ സംഭവത്തിന് ശേഷം കുട്ടികളുടെ പിതാവ് പോലീസിന് നൽകിയ മൊഴിയിൽ സിംഹത്തിന്റെ ഉടമകൾ സിംഹം ആളുകളെ ആക്രമിക്കുന്നത് ആസ്വദിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചത് ഞെട്ടലുണ്ടാക്കി. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാൻ കാരണമായി. ലാഹോർ പോലീസ് അതിവേഗം നടപടി സ്വീകരിക്കുകയും സംഭവം നടന്നതിന് 12 മണിക്കൂറിനുള്ളിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സിംഹത്തെ പിടികൂടി വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റുകയും അവിടെ നടന്ന പരിശോധനയിൽ സിംഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സിംഹങ്ങളെപ്പോലെയുള്ള വലിയ പൂച്ചവർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ വളർത്തുന്നത് പലപ്പോഴും സാമൂഹിക നിലയുടെയും ആഡംബരത്തിന്റെയും പ്രതീകമായി കണക്കാക്കാറുണ്ട്. എന്നാൽ ഇവയെ ജനവാസമുള്ള സ്ഥലങ്ങളിൽ വളർത്തുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ്. വന്യമൃഗങ്ങളെ വളർത്തുന്നതിന് കർശനമായ ലൈസൻസ് വ്യവസ്ഥകളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം. ഈ സംഭവത്തിൽ സിംഹത്തിന്റെ ഉടമകൾക്ക് ആവശ്യമായ ലൈസൻസ് ഇല്ലായിരുന്നെന്നും സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കി വന്യജീവി നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സമാനമായൊരു സംഭവം 2024 ഡിസംബറിലും ലാഹോറിൽ നടന്നിട്ടുണ്ട്. അന്ന് കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സിംഹത്തെ സുരക്ഷാ ജീവനക്കാരൻ വെടിവെച്ചു കൊന്നത് വലിയ വാർത്തയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുകയും അധികാരികളിൽ നിന്ന് കൂടുതൽ കർശനമായ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിലവിലെ ആക്രമണം പഞ്ചാബ് പ്രവിശ്യ ഭരണകൂടത്തെ കൂടുതൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനും നിലവിലുള്ള നിയമങ്ങളെ കർശനമായി നടപ്പിലാക്കാനും പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. ഈ ആക്രമണത്തെ തുടർന്ന് പഞ്ചാബ് വന്യജീവി വകുപ്പ് നിയമവിരുദ്ധമായി വന്യമൃഗങ്ങളെ വളർത്തുന്നവർക്കെതിരെ വ്യാപകമായ റെയ്ഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇതുവരെ 13 സിംഹങ്ങളെ പിടിച്ചെടുക്കുകയും 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പഞ്ചാബ് മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി വന്യജീവി ഉടമസ്ഥാവകാശത്തിനെതിരെ ശക്തമായ നിലപാട് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നിയമലംഘനം മാത്രമല്ല, പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഗുരുതരമായ ഭീഷണിയാണെന്ന് പഞ്ചാബ് മന്ത്രി മറിയം ഔറംഗസേബ് പ്രസ്താവിച്ചു. പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം സംഭവങ്ങൾ ഒരു മുന്നറിയിപ്പായി കണക്കാക്കണം. നിയമം ലംഘിച്ച് വന്യജീവികളെ വളർത്തുന്ന പ്രവണത പൂർണ്ണമായും ഇല്ലാതാക്കാൻ അധികാരികൾക്ക് സാധിക്കണം. ഒപ്പം വന്യജീവികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണം. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്.